എത്ര വലിയ വഴക്കായാലും ശരി, ഈഗോ മാറ്റിവെച്ച് ആദ്യം പോയി സംസാരിക്കണത് നിങ്ങളാവും. ആദ്യം മെസ്സേജ് അയക്കണതും നിങ്ങളാവും. എത്ര സമയമില്ലെങ്കിലും എത്ര തിരക്കാണെങ്കിലും അവർക്ക് വേണ്ടി സമയം കണ്ടെത്തും. ഇങ്ങനെ എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. പക്ഷെ പോകെ പോകെ ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ എടുക്കുന്ന ഈ എഫേർട്ടും ഈ കാണിക്കുന്ന സ്നേഹവും കരുതലും ഇവർക്ക് ജസ്റ്റ് നോർമലാണ്. ചില മനുഷ്യരങ്ങനെയാ. നമ്മൾ കൂടെയുള്ളപ്പോ നമ്മുടെ വില മനസ്സിലാവില്ല. ഇങ്ങനെ നമുക്ക് ഒട്ടും വാല്യൂ ഇല്ലാതെ നമ്മളെ അവഗണിക്കുന്നവരോട് ബഹളം വയ്ക്കുകയോ ഒച്ചയുണ്ടാക്കുകയോ ചെയ്യാതെ പ്രതികരിക്കാനായിട്ട് കുറച്ച് വഴികളുണ്ട്. നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള വഴികൾ. സ്വയം ന്യായീകരിക്കണത് നിർത്തുക. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാത്തിടത്തോളം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളെ ചോദ്യം ചെയ്ത, നിങ്ങളെ തെറ്റിദ്ധരിച്ച, നിങ്ങളെ കുറ്റപ്പെടുത്തിയ സൈലന്റ് ആയിട്ടിരിക്കുക. കാരണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം കിട്ടുക നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും. സൈലന്റ് ആയിട്ട് ഇമ്പ്രൂവ് ആവുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്ലാനുകൾ ഒരു കാരണവശാലും മറ്റൊരാളോട് ഷെയർ ചെയ്യാനായിട്ട് നിൽക്കരുത്. മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ സ്വയം വളരുക. കുറച്ചുനാൾ കഴിയുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയ, കുറച്ചുകൂടി കാമായ നിങ്ങളെ കാണുമ്പോൾ ആരാണോ നിങ്ങളെ വേണ്ടെന്ന് വെച്ചത് അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചത് അവർക്ക് തന്നെ അതൊരു ഷോക്കായിരിക്കും. അവൈലബിലിറ്റി കുറയ്ക്കുക. നിങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ അവൈലബിലിറ്റി ആണ്. എന്തിനും ഏതിനും മറ്റുള്ളവർക്ക് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവര് 0 വാല്യൂ ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈസി ആയിട്ട് കിട്ടുന്ന ഒരാളാവരുത്. അതുപോലെ ഇൻസ്റ്റന്റ് റിപ്ലൈ, ഇമോഷണൽ കൊടുക്കുന്ന സപ്പോർട്ട്, ഇതൊക്കെ നിർത്തുക. നിങ്ങൾ കുറച്ചൊന്ന് മാറിയാൽ മാത്രമാണ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവര് തിരിച്ചറിയും. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക. നിങ്ങൾ തർക്കിക്കാതിരിക്കുമ്പോൾ, കെഞ്ചാതിരിക്കുമ്പോൾ, ബഹളം വെക്കാതിരിക്കുമ്പോൾ അവിടെ സൈലന്റ് ആയിട്ട് നിങ്ങൾ ജയിച്ചു. നിങ്ങൾ ബഹളം വയ്ക്കും, കരയും, വഴക്കുണ്ടാക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുടെ മുന്നിൽ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയാതെ വരും. ലൈഫ് സ്റ്റൈൽ മാറ്റുക. നിങ്ങളുടെ ശീലങ്ങൾ മാറ്റുമ്പോൾ, നല്ല സൗഹൃദങ്ങൾ കൂടി ഉണ്ടാവുമ്പോൾ, നല്ല ചിന്താഗതികൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ വൈബ് തന്നെ മാറും. നിങ്ങൾ സംസാരം കുറയ്ക്കും, ശാന്തമായിട്ട് പുഞ്ചിരിക്കും. നല്ലൊരു ലക്ഷ്യത്തോടെ തന്നെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകും. സ്ഥിരതയുള്ളവരായിരിക്കുക. ഒരാഴ്ചയൊക്കെ വലിയ മോട്ടിവേഷനിൽ കാര്യങ്ങൾ പോകും. പക്ഷെ മാസങ്ങളോളം അതേ ഡിസിപ്ലിനിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കഴിയുള്ളൂ. ആരോടൊന്നും പറയാതെ, ഒരു കംപ്ലൈന്റും ഇല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ഡിസിപ്ലിനോടുകൂടി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. കൺസിസ്റ്റൻസി നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റും. ഡിസിപ്ലിൻ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാക്കി മാറ്റും. അവരില്ലെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാപ്പിനെസ് ആവരുത്, യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ് ആവണം. നന്നായിട്ട് ചിരിക്കുക, ലൈഫ് നല്ല എൻജോയ് ചെയ്ത് പോവുക, സമാധാനത്തോടെ ഉറങ്ങുക, ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ്. ഞാനില്ലെങ്കിൽ നീ തകർന്നു പോകും എന്ന് വിചാരിച്ചിരുന്ന ഒരാൾക്ക് മുന്നിൽ ഒരു കുഴപ്പമില്ലാതെ മനസ്സമാധാനത്തോടു കൂടി ജീവിച്ച് കാണിക്കുന്നതിനേക്കാൾ വലിയ അടിയൊന്നും അയാൾക്ക് കൊടുക്കാനില്ല. നിങ്ങളുടെ ഈ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളെ അവഗണിച്ച് നിങ്ങളെ വിലയില്ലാതെ കാണിച്ചവർക്ക് ചോദിക്കാനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ആരോടും ഒന്നും പറയാൻ നിൽക്കരുത്. സ്വന്തം ലൈഫ് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ ഈ ഹാപ്പിനെസ് അത് തന്നെയാണ് നിങ്ങളെ അവഗണിച്ചവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളെ മനസ്സിലാക്കാത്തവർക്ക് മുന്നിൽ ഒരിക്കലും ജീവിതം കരഞ്ഞു തീർക്കരുത്. അവരോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാനോ വെറുപ്പോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നിശബ്ദമായിട്ട് അവരുടെ മുന്നിൽ വളരുക. എന്നെങ്കിലും ഒരിക്കൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിലായിരിക്കണം നിങ്ങൾ. ഇതൊരു പ്രതികാരമൊന്നല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചു തുടങ്ങി എന്നതിൻ്റെ തെളിവാണിത്. സ്റ്റേ സൈലന്റ്, സ്റ്റേ സ്ട്രോങ്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.